പക്ഷേ പാലസ്തീൻ വിഷയത്തിൽ റാലി നടത്താനായിട്ട് CPM കോടതി അനുമതി തേടി. അപ്പോൾ കോടതി പറഞ്ഞത് ഇവിടുത്തെ, അതായത് ഇന്ത്യയിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രം മതി ഇത്തരത്തിൽ, അതായത് ഏതോ നാടിക്കിടക്കുന്ന പാലസ്തീന് വേണ്ടി റാലി നടത്താനെന്ന് പറഞ്ഞിട്ടാണ് ആ ആവശ്യം നിരാകരിച്ചത്. തൊട്ടു പിന്നാലെ CPM നേതാക്കൾ കോടതിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. പക്ഷേ അതിൽ സ്വമേധയാ കേസെടുക്കാൻ മുംബൈ ഹൈക്കോടതി വിസമ്മതിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ CPM വെച്ചൊരു കെണിയിൽ കോടതി വീണില്ല എന്നുള്ളതല്ലേ വാസ്തവം? അങ്ങനെ കാണാം എന്നെ. പക്ഷേ ഒരുപാട് മാനങ്ങളുള്ള ഒരു വിധിയാണ് കേട്ടോ അത് ബോംബെ ഹൈക്കോടതിയിൽ. അപ്പോൾ ഈ കഴിഞ്ഞ മാസം ബോംബെയിലെ ആസാദ് മൈതാനം എന്നോ, അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ മൈതാനത്ത്, അത് ചരിത്രപ്രസിദ്ധമായ മൈതാനമാണ്, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാനപ്പെട്ട റോളൊക്കെ വഹിച്ച വലിയ മൈതാനം, ഒരുപാട് മഹാസമ്മേളനങ്ങൾ. ആ മൈതാനത്ത് ഒരു റാലി നടത്താൻ തീരുമാനിച്ചു. ആ നടത്തുന്നത് പലസ്തീനിലെ പോരാളികൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതികരിച്ചൂടാ എന്നൊന്നുമില്ല. പക്ഷേ പല കാരണങ്ങളാൽ പ്രക്ഷുബ്ധമായൊരു കാലം, പ്രത്യേകിച്ച് പലസ്തീൻ ഇഷ്യൂവിന് ഒരു സാമുദായികമായ മാനം കൂടിയുണ്ട്, അതും ബോംബെ പോലൊരു നാട്ടിൽ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് സാമുദായിക മാനം ഉള്ളത് കൊണ്ടാണ് CPM അതിൽ ഇത്ര താല്പര്യം കാണിച്ചത്. അതാണ്, തീർച്ചയായിട്ടും അതാണ്. സത്യത്തിൽ അതിനെയൊക്കെ, ഇത്തരം ഈ അന്താരാഷ്ട്ര പ്രശ്നങ്ങളെയൊക്കെ സാമുദായികമാക്കി മാറ്റുകയും സാമുദായിക പ്രശ്നങ്ങളെയൊക്കെ വോട്ട് ബാങ്കാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നതാണ് CPM കഴിഞ്ഞ കുറെ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആര് ചെയ്താലും അത് ഗുണം ചെയ്യില്ല. ദീർഘകാലം കോടതി അലക്ഷ്യ നടപടി എടുക്കേണ്ടത് CPMന്റെ ആവശ്യമായിരുന്നു അങ്ങനെ പറയുമ്പോൾ. അതിനാണത് അത് ഉണ്ടാക്കി തീർക്കാൻ. സത്യത്തിൽ ഇന്ത്യയിൽ കോടതി തീരുമാനിച്ചാൽ പോലും അത് ഭരണകൂട വിരുദ്ധം ഒക്കെ ആയിട്ട് കൊണ്ടുവരാലോ. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണൽ കളർ കൊണ്ടുവന്ന് പോളറൈസ് ചെയ്ത് ഒരു വോട്ട് ബാങ്ക് കളിക്കാൻ തന്നെയാണത്. അപ്പോൾ ആസാദ് മൈതാനിയിൽ പക്ഷെ പോലീസ് വിലക്കി. ബോംബെയിലെ പ്രത്യേക സാഹചര്യം അറിയാലോ. ഇപ്പോൾ ശിവസേന BJP അതിനകത്തെ ഗ്രൂപ്പിസം സംഘർഷം, പിന്നെ പ്രത്യേകിച്ച് ഇതൊരു മുസ്ലിം ഇഷ്യൂ ആവുക. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം മനസ്സിലാക്കിയിട്ടായിരിക്കണം മുംബൈ പോലീസ് അതിന് അനുമതി നിഷേധിച്ചു. പോലീസ് അനുമതി കൊടുത്തില്ല. കൊടുക്കാത്തതിനെതിരായി ഹൈക്കോടതി ചെന്നു CPM. അപ്പോഴാണ് അവർ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചർച്ചക്കെടുക്കേണ്ട വളരെ സുപ്രധാനമായ കാര്യം ഒരു വിധി കോടതി, ന്യായമായ ചോദ്യമാണ് കോടതി, എല്ലാവർക്കും അറിയാതെ. നിങ്ങൾ ബോംബെയിലെ മാലിന്യ പ്രശ്നം എന്തെങ്കിലും ബോംബെ എന്ന നഗരത്തെക്കുറിച്ചോ മഹാരാഷ്ട്രയെക്കുറിച്ചോ ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ചോ അതുമല്ലെങ്കിൽ ഇന്ത്യയെ ബാധിക്കുന്ന ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് യോഗം നടത്താൻ തീരുമാനിച്ചിട്ട് മൈക്ക് പെർമിഷൻ തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇടപെടാം. എങ്ങോ കിടക്കുന്ന ഇന്ത്യയിലെ ഒരു പൗരനെ പോലും ബാധിക്കാത്ത ഒരു അന്താരാഷ്ട്ര പ്രശ്നത്തെ മുൻനിർത്തിയിട്ട് നിങ്ങൾ ഒരു വലിയ സമ്മേളനം നടത്തിയിട്ട് ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് പോലീസ് തീരുമാനിച്ചാൽ എന്താണ് തെറ്റ്? അതുകൊണ്ട് അനുമതി നിഷേധിച്ചത് ശരിയാണ് എന്ന് കോടതി നിരീക്ഷിച്ചു. അതാണ് ആ വിധി. ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പാഠമാണ്. പ്രേമലാലെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ട എന്തായിരിക്കണം? ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്ന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ഇന്ത്യയുടെ ഭരണകൂട സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ ആദരണീയരായ ജനപ്രതിനിധികളായിട്ട് മാറുന്നവരാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ. അവരുന്നയിക്കേണ്ട അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണ്? അവർ നടത്തേണ്ട ക്യാമ്പയിൻ എന്തിനെക്കുറിച്ചാണ്? മീൻസ് ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രയോറിറ്റി എന്തിനെക്കുറിച്ചായിരിക്കണം? അപ്പോൾ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ അജണ്ട ദേശീയ പ്രശ്നങ്ങളല്ലേ? ദേശീയ പ്രശ്നങ്ങളല്ലാത്ത, ഇനി അല്ലാത്ത പ്രശ്നങ്ങൾ അവരുടെ സമ്മേളനങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ CPMന്റെ സമ്മേളനങ്ങളിൽ എന്തൊക്കെയാണ് അജണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം. CPMന്റെ എല്ലാ സമ്മേളനങ്ങളിലും രാഷ്ട്രീയ റിപ്പോർട്ട് ഉണ്ടാവും. രാഷ്ട്രീയ റിപ്പോർട്ടിന് 3 ഭാഗം ഉണ്ടാവും. 1 സാർവദേശീയം, 2 ദേശീയം, 3 പ്രാദേശികം. അത് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. ഒരു പാർട്ടി സമ്മേളനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് ആ സമ്മേളന കാലത്തെ ലോക രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാകണം. ദേശീയ രാഷ്ട്രീയം അറിയണം, സംസ്ഥാന രാഷ്ട്രീയം അറിയണം. അതിനാണ് ഈ 3 അജണ്ട. അതൊക്കെ അവരുടെ പാർട്ടി സമ്മേളനങ്ങളിൽ നടന്നോട്ടെ, ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. അതേ സമയത്ത് അന്താരാഷ്ട്ര വിഷയങ്ങളെ മുൻനിർത്തിയിട്ട് വലിയ റാലികളും ക്യാമ്പയിനുകളും ജനസംഗമങ്ങളും നടത്തുക, എന്നിട്ട് അതിൻ്റെ പേരിൽ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കുക, മാർഗതടസ്സം സൃഷ്ടിക്കുക, ജനജീവിതത്തെ ബാധിക്കുക. ദയവായി അത്തരം കാര്യങ്ങളുമായി പോലീസ് സ്റ്റേഷനിലേക്കോ കോടതികളിലേക്കോ വരരുത് എന്നാണ് പറഞ്ഞത്. പറഞ്ഞത് കൈയടിച്ച് സ്വീകരിക്കുകയല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഉടനെ CPMന്റെ പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെ ഇടപെട്ടു. വലിയ കോടതിക്കെതിരായി, മുംബൈ ഹൈക്കോടതിക്കെതിരായി, ഇപ്പോൾ അതിന് പേരിപ്പോഴും ബോംബെ ഹൈക്കോടതി അല്ലേ, ബോംബെ ഹൈക്കോടതിക്കെതിരായി വലിയ പ്രസ്താവനയും ക്യാമ്പയിനും ഒക്കെ നടത്തി. സാധാരണഗതിയിൽ കോടതി വിധിക്കെതിരെ ആരെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയോ നേതാക്കളോ എന്ത് പ്രസ്താവന നടത്തിയാലും
അത് കോടതി അലക്ഷ്യമാണ്. അതെ. പതിവായി കോടതി അലക്ഷ്യത്തിന് കേസെടുക്കുന്ന ഒരു രീതിയുണ്ട് നമ്മുടെ നാട്ടിൽ. അതെ. പക്ഷെ ഈ വിഷയത്തിൽ കോടതിയും മാന്യതയും വലിയൊരു പുതിയ മാതൃകയാണ് സൃഷ്ടിക്കുന്നത്. കോടതിക്കെതിരെ പറഞ്ഞാൽ പോലും ഇമ്മാതിരി കേസ്, ചീള് കേസൊക്കെ അവഗണിക്കാനേ ഉള്ളൂ. ആ വാക്ക് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അവർ പറഞ്ഞതാണ്, അല്ല ഇഗ്നോർ ചെയ്യുന്നു ഞങ്ങൾ. CPM ആയതുകൊണ്ട് ഇതൊക്കെ ചീള് ടീമാണെന്ന് എന്ന് പറഞ്ഞതിന് അർത്ഥമുണ്ട്. അത് വരുന്നുണ്ട്. അത് CPM ഒരു ബോധം വരുന്നത് നല്ലതാണ്. മഹാരാഷ്ട്ര പോലൊരു സംസ്ഥാനത്തെ ഹൈക്കോടതി പോലും പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ വാക്കുകൾക്ക് ചെവിക്കൊള്ളാൻ ഞങ്ങൾക്ക് ചെവി കൊടുക്കാൻ മാത്രം നിങ്ങളില്ല എന്നാണ് അർത്ഥം. CPM വളർന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഓർക്കാൻ നല്ലതാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും, മിക്കവാറും എല്ലാ സംസ്ഥാനത്തും ഉണ്ടായിരുന്നല്ലോ അവര്. 3 സംസ്ഥാനങ്ങൾ ദീർഘകാലമായി ഭരിച്ചൊരു പാർട്ടിയല്ലേ. ഇപ്പൊ കേരളത്തിൽ മാത്രമായി ചുരുങ്ങിയൊരു പാർട്ടിക്ക് മഹാരാഷ്ട്ര ഹൈക്കോടതി പോലും കാതു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ എന്തുമാത്രം ചുരുങ്ങിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവർ കൊണരാൻ നല്ലതാണ്. ഒന്ന്. രണ്ടാമത്, കോടതി അലക്ഷ്യം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഈ വേണ്ടതിനും വേണ്ടാത്തതിനും ആരെങ്കിലും എന്തെങ്കിലും ഒന്നൊരു കോടതി വിധിക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാലൊക്കെ കോടതി പരിഗണിക്കേണ്ടതില്ല, അതിനുവേണ്ടി കോടതിയുടെ സമയം കളയേണ്ടതില്ല എന്നുള്ളത് ഒരു പുതിയ നിരീക്ഷണമാണ് ഈ കേസിൽ. ഞാൻ ഏറ്റവും കാണുന്ന പോസിറ്റീവായ കാര്യം അതാ. ഇപ്പം ആലോചിച്ച് നോക്കൂ, ഈ നമ്മുടെ ഒരു പൊതു സ്വഭാവം എന്താ? കോടതികളാണ് നീതിപാലകന്മാർ. നമ്മൾ നീതി തേടി കോടതിയിൽ പോകും. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന വിധി തന്നെ കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന വിധി കിട്ടിയാൽ അപ്പുറത്തെ എനിക്കെതിരായി വാദിക്കുന്നവന് നീതി കിട്ടൂലല്ലോ. നമുക്ക് അനുകൂലമായ കോടതി വിധി വന്നാൽ നമ്മൾ അതിനെ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കും. നമുക്കെതിരായ കോടതി വിധി വന്നാലോ കോടതികളെ നമ്മൾ ശുംഭൻ എന്നൊക്കെ വിളിച്ചാണ് പറയാൻ തുടങ്ങുകയായിരുന്നു. നമ്മൾ അങ്ങനെ അങ്ങനെയുണ്ട് ഒരു സംഗതി. എപ്പോഴും ഒരു നീതിപീഠത്തിൽ നമ്മൾ പോകുന്നത് 2 കക്ഷി ഉണ്ടാവുമല്ലോ. അന്യായക്കാരനും അപ്പുറത്തും ഇപ്പുറത്തും ആളുണ്ടാവുമല്ലോ, വാദിയും പ്രതിയും ഉണ്ടാവുമല്ലോ. കോടതി ഇതിലൊരു വിധി പ്രഖ്യാപിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് അനുകൂലമായിരിക്കും അല്ലെങ്കിൽ എതിരായിരിക്കും. അങ്ങനെ വരുമ്പോൾ എനിക്ക് അനുകൂലമാകുമ്പോൾ മാത്രം കോടതി നീതി നടപ്പാക്കുന്നു, എനിക്ക് എതിരാണെങ്കിലോ നീതിയല്ല. അങ്ങനെ കോടതിയെ അവഹേളിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. അപ്പോഴും നമ്മൾ ജനാധിപത്യവാദികളാണ്, ഭരണഘടനയെ നമ്മൾ ഉയർത്തിപ്പാരണം. ആ ഭരണഘടന പ്രകാരമാണ് ഈ കോടതി വിധി പറയുന്നത്, നമ്മൾ പരിഗണിക്കണ്ടേ? ഞാൻ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ കോടതി വിധിയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല പരാമർശം കണ്ടത് നമ്മുടെ രാമജന്മഭൂമി ബാബരി മസ്ജിദ് ഇഷ്യൂലെ 50 കൊല്ലത്തിലേറെ ബാബരി മസ്ജിദിന് വേണ്ടി കോടതി കയറി കേസ് നടത്തിയ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ നേതാവ് സയ്യിദ് ഇക്ബാൽ അൻസാരി എന്നാണ് പേര്, ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം ഈ കോടതി വിധി വന്നപ്പോൾ പറഞ്ഞു, സുപ്രീം കോടതിയുടെ വിധി ബാബരി മസ്ജിദ് കമ്മിറ്റിക്ക് എതിരാണല്ലോ, രാമക്ഷേത്രത്തിന് അനുകൂലമാണ്. അവർ പറഞ്ഞ വിധി അതാണ്. അവരാണ് ജനാധിപത്യവാദികൾ എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ അന്ന് ഒരു FB പോസ്റ്റ് ഇട്ടിരുന്നു, ഇക്ബാൽ അൻസാരി സാഹബ് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹമാണ് ജനാധിപത്യ ബോധത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക കാണിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ ബാബരി മസ്ജിദാണ്, അത് തകർത്ത് തെറ്റാണ്, ആ ഭൂമിയിൽ പള്ളിയാണ് നിർമ്മിക്കേണ്ടത് എന്ന് വാദിച്ചുകൊണ്ട് ഇന്ത്യയിലെ നീതിപീഠങ്ങൾ കടന്നു കയറി ഇറങ്ങി, അലഹാബാദ് ഹൈക്കോടതി തൊട്ട് സുപ്രീം കോടതി വരെ. എൻ്റെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു അവിടെ ക്ഷേത്രമാണ് നിർമ്മിക്കേണ്ടത് എന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നു. ഞാനത് അംഗീകരിക്കും. ഞാൻ മാത്രമല്ല, എൻ്റെ കമ്മിറ്റിയും എൻ്റെ സമുദായവും അത് അംഗീകരിക്കുന്നു. എത്ര മനോഹരമാണ് ആ വിധി എന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു അപ്പുറത്ത് ബന്ദിപ്പൂരിൽ ഞങ്ങൾക്ക് ഇതേ സർക്കാർ തന്നെ ഭൂമി തന്ന് അവിടെ ബാബരി മസ്ജിദ് നിർമ്മിക്കുന്നു. പള്ളി ആയതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെ നിർമ്മിച്ചാലും മതി. രാമന്റെ ജന്മഭൂമിയാണ് ഇത് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം മനുഷ്യർ ഇന്ത്യയിൽ ഉള്ളപ്പോൾ രാമജന്മഭൂമിയിൽ തന്നെ വേണമല്ലോ ക്ഷേത്രം, പള്ളി അപ്പുറത്തായാലും കുഴപ്പമില്ല. ഇതൊരു ഒരു വിശാലമായ മനസ്സിൽ ആലോചിച്ച് നോക്കൂ. അത് ഏറ്റവും വലിയ ജനാധിപത്യ ബോധമല്ലേ? അതല്ലേ വേണ്ടത്? വിധികളോട് കാണിക്കേണ്ട. അപ്പോൾ അതിനെതിരായി എത്ര പേര് ആ വിധിക്കെതിരായിട്ട് എത്ര പേര് ഇവിടെ പ്രകടനം നടത്തി, എത്ര പേര് പൊതുയോഗം നടത്തി, ഓർമ്മയില്ലേ? പ്രസ്താവനകൾ നടത്തി. അവർക്കൊക്കെ എതിരായി കോടതി അലക്ഷ്യത്തിന് കേസെടുക്കാൻ തുടങ്ങി എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് കോടതികൾ കുറെ കൂടി പക്വത നേടിയിരിക്കുന്നു. ബോംബെ ഹൈക്കോടതിയുടെ ഈ ഒടുവിലത്തെ പരാമർശത്തിൽ ഞാൻ കാണുന്നത് കോടതികളും വളർന്നിരിക്കുന്നു. കുറെ കൂടി ഉയർന്ന ഒരു ജനാധിപത്യ ബോധത്തിലേക്കും പക്വമായ സമീപനത്തിലേക്കും അവർ വളർന്നിരിക്കുന്നു. ഈ വിധിയോടുകൂടി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ കോടതി അലക്ഷ്യ കേസുകൾ ഇനി കുറയും. അവഗണിക്കേണ്ട കേസല്ലേന്നേ. പത്രസമ്മേളനം അവിടെ നടത്തുന്നു, പ്രകടനം നടക്കുമ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നു, ജഡ്ജിമാരെ ശുംഭൻ എന്ന് വിളിക്കുന്നു. ഓരോരുത്തരും അവനവന്റെ സംസ്കാരം കാണിക്കും. അതിന് ചെവി കൊടുക്കേണ്ടതില്ല എന്ന് കോടതികൾ തീരുമാനിച്ചാൽ നമ്മുടെ നാട്ടിലെ കോടതി അലക്ഷ്യ കേസുകൾ എന്നൊരു വിഭാഗം തന്നെ ഇല്ലാതാകും. അതിമനോഹരമായ ഒരു മാതൃകയാണ് ബോംബെ ഹൈക്കോടതി അക്കാര്യത്തിൽ കാണിച്ചിട്ടുള്ളത്. ആദ്യത്തെ കാര്യത്തിലും വളരെ ശരിയാണ്. ദേശീയമായ അജണ്ടയുമായിട്ടല്ലാതെ ഈ ദേശത്തെ പോലീസിനെയോ കോടതികളെയോ സമീപിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവരുത് എന്നാണല്ലോ ആദ്യത്തെ വിധി. രണ്ടും മാതൃകാപരമായ വിധിയാണ്. രണ്ടിനെയും വേണം നമുക്ക് സ്വാഗതം ചെയ്യാൻ.